ആദ്യത്തെ പാവി ഈ പഴം കഴിക്കുന്നത് ആണ് തെറ്റ് എങ്കിൽ ആദ്യം പഴം കഴിച്ചത് യഹോവയാണെന്നാണ് ബൈബിൾ പറയുന്നത്. എനിക്കല്ല. നിങ്ങൾ പറയാണ് യഹോവയല്ല കഴിച്ചത്, യഹോവയ്ക്ക് എന്തും ചെയ്യാം. അതിനെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ബൈബിളിൽ വെച്ചിരിക്കുന്ന വാക്യപ്രകാരം മനുഷ്യൻ നന്മ തിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു എന്നാണ് ആ വാക്യം. അപ്പം നന്മ തിന്മകൾ തിരിച്ചറിയുന്നത് ഈ പഴം കഴിക്കുന്നത് കൂടെയാണ് എന്ന് യഹോവ കൃത്യമായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാം. എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ ഇനി യഹോവയല്ല ഈ പഴം ആദ്യം കഴിച്ചതെങ്കിൽ പിന്നെ സ്ത്രീയാണ് കഴിച്ചത്. അതിന്റെ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാല് അതിന്റെ 6-ാം വാക്യം. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളത് ജ്ഞാനം പ്രായപ്പം കാമ്യമെന്ന് സ്ത്രീ കണ്ടു, ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു. അപ്പൊ ആദ്യം ഫലം പറിച്ചു തിന്നത് അഥവാ ആ ഫലം കഴിച്ചത് സ്ത്രീയാണ്. തിന്നരുതെന്ന് പറഞ്ഞത് തിന്നത് സ്ത്രീയാണ്. അതിനു മുന്നമേ യഹോവ തിന്നു എന്നൊരു വിവക്ഷയും നമുക്ക് അതിനകത്ത് കിട്ടും. ഇനി അതിന്റെ ഇദംപ്രദമായ വാക്യങ്ങൾ താഴേക്ക് വായിക്കുമ്പം യഹോവയായ ദൈവം ആണയിട്ട് പുരുഷനോട് പറഞ്ഞതാണ് നീ തിന്നരുതെന്ന്. ആ സന്ദർഭത്തിൽ ഹൗവ അവരുടെ 1 കിലോമീറ്റർ പോലും ഇല്ലാതെ ഹൗവ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അപ്പം ഈ പഴം കഴിച്ചു എന്നുള്ള ഒരൊറ്റ കാരണത്തിൽ സ്ത്രീയോട് ശാപം പെയ്തിറങ്ങുന്ന ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നതിന് മുന്നമേ അതിന്റെ 11-ാമത്തെ വാക്യം, നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു, തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം തിന്നുവോ എന്ന് യഹോവ ചോദിക്കുന്നുണ്ട്. അതിന് മനുഷ്യൻ പറയുന്നു, എന്നോട് കൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു. പ്രിയമുള്ളവരെ, മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പോയിന്റ്, ആദ്യത്തെ കുടുംബജീവിതം എന്ന് ബൈബിൾ വിവക്ഷിക്കുന്ന അവിടെ ആ സ്ത്രീ യഹോവയായ ദൈവം പറഞ്ഞു കൊടുത്ത കൽപ്പന പുരുഷനോടാണ്. എന്നാൽ യഹോവയുടെ കൽപ്പനയും കൂടെ മറന്നു കളയത്തക്ക വിധത്തിൽ ആ സ്ത്രീയുടെ കൽപ്പന മനുഷ്യൻ അംഗീകരിക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ മനുഷ്യൻ സ്ത്രീകളെ ബഹുമാനിക്കുന്നതിൽ ആദം ചെയ്തത് വളരെ മാന്യമാണ്. സ്ത്രീകളെ അംഗീകരിക്കാത്ത ദൈവസങ്കല്പമാണ് ഈ ഉൽപ്പത്തി പുസ്തകം 1, 2, 3 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നതെങ്കിൽ പുരുഷൻ സ്ത്രീയെ അംഗീകരിക്കുന്ന രീതിയിലാണ് കണ്ടത്. അപ്പൊ ഈ കഥയിൽ എവിടെയോ ഒരു പുരുഷ മേധാവിത്വമല്ലേ ദൈവം മുന്നോട്ട് വെച്ചത്? അപ്പൊ ഞാൻ പറയുന്നത്, ഇനി ഇതിനകത്ത് പ്രത്യുത അല്ല എന്ന് നിങ്ങൾക്ക് ആശയമുണ്ടെങ്കിൽ എന്നോട് പറയാൻ ഞാൻ സ്വീകരിക്കാം. താങ്ക് യു.